ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്കായ് പച്ചടി. അതായത് നമ്മള് മാങ്ങാ പച്ചടി വേറെ രീതിയിലാണ് ഉണ്ടാക്കുക, തമിഴ്നാട്ടില് മാങ്കായ് പച്ചടി വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, വെരി സിമ്പിൾ, വെരി ടേസ്റ്റി. നെയ്യും ചോറിന്റെ കൂടെ പറയേ വേണ്ട. പ്രത്യേകിച്ചിട്ട് ഇനി ഒന്നുമില്ല കൂട്ടാൻ വെക്കുക, ഇത് ഉണ്ടാക്കിക്കോളൂ. ഒഴിച്ചുണ്ണാനും നന്നായിരിക്കും, പെരട്ടി ഉണ്ണാനും നന്നായിരിക്കും, ചപ്പാത്തി ദോശയുടെ കൂടെയും നന്നായിരിക്കും. എന്താ പറയാ, ഒരു മധുരവും ഒരു പുളിയും ഒരു എരിവും ഒക്കെ കൂടി ചേർന്നിട്ട് വരുന്ന ഒരു കോമ്പിനേഷനാണ് മാങ്കായ് പച്ചടി. ഓക്കെ, ഇത് സദ്യകളില്, അവിടുത്തെ സദ്യകളിൽ വിളമ്പുന്ന ഒരു സംഭവമാണ്. അപ്പോൾ മാങ്ങ, അതായത് ഒരുപാട് പഴുത്തിട്ടുമില്ല, ഒരുപാട് പച്ചയല്ലാത്ത പോലെ ചെനഞ്ഞ മാതിരിയുള്ളത് എടുക്കൂ. പിന്നെ വേണ്ടത് ഒരു സവാളയാണ്. അപ്പൊ ആദ്യം നമുക്ക് മാങ്ങ ചെറുതായിട്ട് മുറിച്ചിടാം. ആദ്യം കണ്ടില്ലേ കേട്, ഒരു പ്രാവശ്യം ഞാനിങ്ങനെ മുറിച്ചപ്പോഴേന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വണ്ട് പറന്നുപോയി. എൻ്റെ അമ്മോ, പേടിച്ച പേടി. നോക്കടാ, എന്തിനാ മാങ്ങ പച്ചടി ഉണ്ടാക്കുന്നത്? വെറുതെ സമയം മെനക്കെടുത്താൻ. ഇങ്ങനെ അങ്ങോട്ട് കഴിച്ചാൽ പോരെ. അപ്പോൾ ഇതുപോലെ ഒരു നല്ല ചെനഞ്ഞ ഇതും ഒക്കെ ഉണ്ട്. ഇതാ ഇവിടെ കേടുണ്ട്, ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതാക്കിയിട്ട് ഞാൻ മുറിച്ചിട്ട്, ഈ സവാളി ഞാൻ അതുപോലെ ചെറുതാക്കി മുറിച്ചിട്ട് കാണിച്ചു തരാട്ടോളൂ. അപ്പോൾ ഇവിടെ 3 സ്പൂണ് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണ തന്നെ എടുക്കാൻ നോക്കുക. ഇനി കടുക്, വറമുളക്, കറിവേപ്പില, പിന്നെ നേരത്തെ കാണിച്ച ഒരു സവോള, നന്നായിട്ട് മൂപ്പിക്കുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കായം, ഉപ്പിട്ടു. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായും, മഞ്ഞൾപ്പൊടി. ഇത് വെറുതെ തിന്നറിയോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. മുളക് പൊടി, സോറി, അപ്പുറത്ത് സംഭവം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, വേറെ വിഭവങ്ങൾ, അതുകൊണ്ടാണ് കേട്ടുള്ളൂ. ചീറ്റലും പൊട്ടലും ഒക്കെ. പിന്നെ കായം. ഇനി ഇത് നന്നായിട്ട് വഴറ്റുക. കായത്തിന്റെ മണം. ഇത് ടോട്ടലി മധുരമായിട്ടുള്ള രീതിയിൽ ഇണിപ്പ് മാങ്ങാ പച്ചടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഇത് കുറച്ച് എരിവും പുളിയൊക്കെ ഉള്ള രീതിയിലുള്ള മാങ്ങാ പച്ചടിയാണ്. ഇണിപ്പ് മാങ്ങാ പച്ചടി, ഓ മൈ ഗോഡ്, എന്താ പറയുക, രുചിയൊക്കെ വളരെ സൂപ്പറാണ്. ഇപ്പം ഇത് ഏകദേശം ഒന്ന് ലൈറ്റായിട്ട് മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് മുറിച്ച് വെച്ച നമ്മുടെ മാങ്ങ, അയ്യോ മുഴുവൻ ഇടണ്ട, അയ്യോ 2 പീസ് കഴിച്ചിട്ട് ഇടാം. നമുക്ക് വേണോ? അയ്യോ എന്താ ചേച്ചില്ല, അയ്യോ ഒരു പീസും കൂടി എടുക്കട്ടെ എന്ന്. കുറെ കഴിച്ചില്ല, കുറെ കഴിച്ചു, വയറിളകും. ഇനി ഇതിൽ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ചെത്തിയ പോലെ ഇത് കേട്ടോളൂ, അപ്പോഴേ നന്നായിരിക്കും. കൊതിച്ച് പാറു.
സെർവ് ചെയ്യണ്ടേ? അതന്നെയാണ്, സെർവ് ചെയ്യണ്ടേ? എന്താ ചെയ്യാ? Can't resist, boy. ഓക്കെ, ഇനി ഇത് ലേശം വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ, അപ്പൊ ലേശം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചു. അപ്പൊ നോക്കൂ, മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളവും പാകത്തിന് വറ്റിയിട്ടുണ്ട്. ഒന്ന് ഇങ്ങനെ ലൈറ്റായിട്ട് ഉടച്ചു കൊടുക്കുക. മുഴുവൻ ഇങ്ങനെ പേസ്റ്റ് പോലെ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ആക്കിയിട്ട് ഒരു ചെറിയ നെല്ലിക്കയുടെ അളവിന് പുളി ഞാൻ പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ വേണ്ട. ഒന്ന് ബാലൻസ് ചെയ്യാൻ എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളം. ഈ പുളി ഇതിൽ കിടന്ന് നന്നായിട്ട് ആവട്ടെ. ഒന്ന് തിളച്ചോട്ടെ. ഈ പുളിയുടെ ഇതൊന്ന് പോവാനേ ലേശം കൂടി വെള്ളം ഒഴിക്കാം. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോളൂ, കൂടുതൽ വേണ്ട. ഞാനിത് എങ്ങനെ ഉണ്ടാന്നറിയോ? ചൂട് കഞ്ഞിയും ഈ മാങ്ങാ പച്ചടിയും. ആവൂ, കൊണ്ടാ പറയും. ഓക്കെ, ഇനി ഇതായിട്ട് നമുക്ക് ബാക്കി പ്രോസസ്സ് ചെയ്യാം കേട്ടുള്ളൂ. ബാക്കി പ്രോസസ്സ് ഒന്നുമില്ല. ഇനി ഇത് ഓപ്പൺ ചെയ്യുക, നോക്കുക, ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഇതിലേക്ക് ഒന്നുമില്ലെങ്കിൽ ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ഇടുക, ഇറക്കുക. കഴിഞ്ഞു സംഭവം. ഓക്കെ, ഇതൊന്നും ആയിക്കോട്ടെ. അപ്പോൾ ഇതാ പുളിയൊക്കെ ഒഴിച്ചിട്ട് കറക്റ്റായിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പറഞ്ഞാൽ പെർഫെക്റ്റ് മാങ്ങാ പച്ചടി, മാങ്കായ് പച്ചടി அப்படிக்கா சொல்லணும். நம்ம சொல்ற மாதிரி மாங்காய் பச்சடின்னு சொல்லக்கூடாது. இது மாங்காய் பச்சடி, தமிழ்நாடு. உப்பு பார்க்கலாம். உப்பு வேணுமே. ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ കോയമ്പത്തൂരാണ്. அதனால தமிழ் ரொம்ப அழகா பேசுவேன். അതുകൊണ്ട് തന്നെ തമിഴ് വിഭവങ്ങളൊക്കെ തന്നെ എനിക്ക് പഠിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പം ഈ ഉപ്പിട്ടു, പുളിപ്പ് കറക്റ്റ്. ഇനി ശർക്കര ഓർ പഞ്ചസാര, ചോയ്സ് ഇസ് യോഴ്സ്. ഞാനിപ്പോൾ പഞ്ചസാരയാണ് ഇടാൻ പോകുന്നത്. ഒരു 1.5 സ്പൂൺ പഞ്ചസാര ഇട്ടു. ഇനിയുള്ള കളി ഉണ്ടല്ലോ, സൂപ്പറാണ്. എരിവ്, പുളി, മാങ്ങടത്, മധുരം, എന്തിനു പറയണു. ഒരു കുറച്ച് കഞ്ഞിയും കിട്ടിയ ബേഷ് ബേഷ്. ഇങ്ങനെ തന്നെ ആയല്ലോ വിനിയേ. കൊതിച്ചിപ്പാറുമായിട്ട് തന്നെ ജീവിതം അങ്ങനെ പോണു. സാരമില്ല, അത്രയാണ് പാകപ്പാടുള്ളതൊരു ജീവിതമാണ്. നോക്കട്ടെ. ഭക്ഷണം അത് ആസ്വദിച്ച് കഴിക്കണം. അവനവനുണ്ടാക്കിയ ഭക്ഷണം അതിലും ആസ്വദിച്ച് കഴിക്കാൻ പഠിക്കണം. ചില ആൾക്കാർക്ക് അവനവന്റെ ഭക്ഷണം ഇഷ്ടമല്ല, എന്നിട്ട് എന്താ കാര്യം? എനിക്കിഷ്ടമാണ്. പൊളിച്ചു വിനിക്കുട്ടി. ഇതുപോലത്തെ വിഭവങ്ങൾ ഇനിയും ഉണ്ടാക്കും. അടിപൊളിയായിട്ട്. ദാറ്റ്സ് ഓൾ. ഗ്യാസ് ഓഫ് ചെയ്തു. മാങ്ങായ് പച്ചടി
റെഡി ടു ബി സെർവ്. ഇതുപോലത്തുള്ള റെസിപ്പീസ് എന്തായാലും വിനീസ് കിച്ചണിൽ മാത്രം. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിത് സെർവ് ചെയ്യട്ടെ. വീണ്ടും ഒരു റെസിപ്പിയുമായി കാണാം. ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.